കില്ലാടികളെ നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ? ഏ ദേ, ഇങ്ങനെ കില്ലാടല്ലേ. ഇന്നത്തെ നമ്മുടെ റിയാക്ടിങ് വന്നിട്ട് പൂക്കികളല്ലേ, പൂക്കികൾ. എല്ലാ പൂക്കികളിലും നമ്മളൊന്ന് എടുക്കും കില്ലാടല്ല, ഉറപ്പാണ്. അപ്പൊ എനിക്ക് കിട്ടിയ 2-3 ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ പൂക്കികളിലാണ് കില്ലാടല്ല നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. 2-3 ഇല്ല, 2 കിട്ടിയിട്ടില്ല. 2 എന്റെ പൊന്നോ, സത്യം പറയില്ലട, ഇവര് എന്താ കാട്ടിക്കൂട്ടുന്ന അവർക്കേ ബോധം ഉണ്ടാവില്ല. ഇതിന് ഞാൻ പൂക്കിന്റെ ലുക്ക് ആക്കിയാണ് കേട്ടത്. നമ്മുടെ പിള്ളേരെ സിമ്പിൾ അല്ല, ഭയങ്കര ടഫായിട്ട് മേക്കപ്പ് ചെയ്ത സാധനമാണ് കേട്ടത്. ഫുൾ എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. ഇതാണ് പൂക്കികൾ ഇങ്ങനെയാണ് കേട്ടത്. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എന്തോ ബ്ലഷ് ഒക്കെ ആക്കും, ഇവിടെ ചുവന്ന പോലെയൊക്കെ തോന്നിക്കും. പിന്നെ ഐലിനറൊക്കെ ഇങ്ങനെ ആയിരിക്കും, കണ്ണിന്റെ ഇവിടെ കണ്ട ചുവപ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇല്ലാതെ നോർമലി പൂക്കികൾ. പിന്നെ ഇങ്ങനത്തെ സിമ്പിൾ ഇടും. പിന്നെ മെയിൻ സാധനമാണ് കേട്ടത് ഈ പൂക്കികളുടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ചി സംസാരിക്കുക. ആ സാധനം ഞാൻ കാണിച്ചറിയില്ല, കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് സംഭവം. അയ്യോ അതാണ് വേണം, ഇത് വേണം കൊണ്ട് കുറെ എണ്ണം ഞാൻ കാണിച്ചിട്ടില്ല. കുറെ എണ്ണം പറഞ്ഞാൽ കുറെ എണ്ണം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പക്ഷേ 2 നമ്മുടെ കൈ കിട്ടിയുള്ളൂ. അതിന് പ്രൊഫൈൽ ഞാൻ തൂക്കിയിട്ടുണ്ട്. പക്ഷേ ഇവര് സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിക്കണം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നമ്മളതിൽ പറയണില്ല. പക്ഷെ ഇവര് വീഡിയോയ്ക്ക് വേണ്ടി, റീച്ചിന് വേണ്ടി ഇങ്ങനെ കാട്ടിക്കൂട്ടണില്ലോ. റീച്ചിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായം കാട്ടിക്കൂട്ടാന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇത്. അപ്പൊ നമ്മൾ 2 പൂക്കികൾ നമുക്ക് കിട്ടിയിട്ടില്ല. പൂക്കികൾ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ക്യൂട്ട്നെസ് വാരി എറിയണില്ലേ. ക്യൂട്ട്നെസ് ഒക്കെ നമ്മളിങ്ങനെ എറിയാറില്ലേ, അതുപോലെ ക്യൂട്ട്നെസ് എറിയാണ്. ഞാൻ കാണിച്ചു തരട്ടെ. ആദ്യത്തെ ഒരു സാധനം നമ്മളത് കുറെ പേര് ട്രെൻഡിങ് ആയിട്ട്. പിന്നെ എന്താ മെയിൻ കുഴപ്പം അറിയില്ലേ, ഇപ്പൊ എന്ത് കാണിച്ച് വൈറലായാലും അവരെ ചാടിപ്പിടിച്ച് ഇന്റർവ്യൂ എടുക്കാൻ കുറെ എണ്ണമുണ്ട്, കുറെ കുറച്ച് ചാനലുകൾ. അതോ ചോദിക്കണം, ഇന്റർവ്യൂ ചോദിക്കണം. എന്റെ അമ്മോ, കുണച്ച കുറെ ചോദ്യങ്ങളും അത് കാണാനും പിന്നെ ആൾക്കാരുണ്ട് ടൈലറല്ലേ. പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് പൂക്കുകൾ ഞാൻ ഇവിടെ എടുത്തിട്ടില്ലേ. അപ്പൊ കുറച്ചല്ല, രണ്ട് പേര് എനിക്ക് പൂക്കിയെ തോന്നി. പിന്നെ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ ക്യൂട്ട്നെസ് ഒക്കെ വാരി തൂറി എറിയാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, ഓൺ ചെസ്റ്റ് നമ്പർ 1 ഓൺ സ്റ്റേജ്. കണ്ടോ നിങ്ങള്? ഇക്കൂര് എനിക്ക് എല്ലാം വേണം അങ്ങനെയല്ല. നമ്മൾ നോർമലി എല്ലാവരും ഇത് നമുക്ക് എല്ലാം വേണമെന്ന് പറയില്ല. ഇങ്ങനെ ക്യൂട്ട്നെസ് വേണമെങ്കിൽ എനിക്ക് ഇതെല്ലാം വേണം. പിന്നെ ഇങ്ങനെ എന്തോ അവൻ പിടിച്ച് വലിക്കുന്നുണ്ട്. കാമുകനായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കാം. ആള് പുള്ളിക്കാരൻ പിടിച്ച് വലിക്കുമ്പോൾ ഇങ്ങനെ നോർമലി ഇങ്ങനെ നടന്ന് ഇരുന്നിങ്ങനെ നിരങ്ങണമില്ലടല്ലേ. അപ്പൊ അതാണ് ആദ്യത്തെ വീഡിയോ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഒക്കെ ഇങ്ങനെ ഇട്ട് നമ്മൾ നോർമലി കാണുമ്പോൾ കുഴപ്പമില്ല എന്ന് കഴിയും. പക്ഷെ അവിടെ പോകുമ്പോൾ എനിക്ക് എല്ലാം വേണം, എനിക്ക് ഡെയിലി മിൽക്ക് വേണം, അത് വേണം, ഇത് വേണം. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ വെക്കാതെ കേട്ടല്ലേ. ഓക്കെ, അടുത്ത സാധനം കൂടി ഉണ്ട്. ലെറ്റ്സ് പ്ലേ. കുട്ടി ലൊക്കേഷൻ ഒക്കെ അറിയാമോ? കറക്റ്റ് പറഞ്ഞു പറഞ്ഞേ. അറിയാലോ, എനിക്കറിയാം, ഞാൻ പറയാം. പിന്നെ ആൾക്കറിയാം, ആ ചേച്ചിക്ക് അറിയാം. റൈറ്റ് സോറി, ഇതാ റൈറ്റ്. ഇതല്ലേ റൈറ്റ്? ഇതെന്തായിട്ടും അറിഞ്ഞൂടല്ലേ നോക്കാൻ. അതല്ലേ റൈറ്റ്? ഞാൻ പറയുന്ന പോലെ നോക്കിയേ വണ്ടി ഇരുന്നാ മതി കേട്ടോ. A few moments later. ഇതാണ് ലെഫ്റ്റ്. നോക്കാം കണ്ടല്ല, പോരാഞ്ഞി കണ്ടല്ല, ലെഫ്റ്റ് കണ്ടല്ല. അപ്പൊ ബ്രില്യന്റ് ഐഡിയ ഇല്ലല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആരെയിലൊക്കെ ഇനിയിപ്പോ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ തെറ്റാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് എഴുതി ഒട്ടിക്കുക, ഹെൽമെറ്റ് ഒക്കെ എഴുതി ഒട്ടിക്കുക. പിന്നെ നമ്മുടെ കണ്ണാടി, വണ്ടിയുടെ കണ്ണാടി, ഇലക്ട്രിക് സ്കൂട്ടറാണ്. ആ വണ്ടിയുടെ കണ്ണാടി 2 സൈഡ്, ഇപ്പൊ റൈറ്റ് സൈഡ് മിററിൽ റൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് മിറർ ലെഫ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ആ ചേച്ചിയുടെ ഒരു കണ്ണാടിയുള്ള ഹെൽമെറ്റ് ആണ് ഇല്ലല്ലോ, അതിൽ ഇവിടെ റൈറ്റ് എഴുതി, ഇവിടെ ലെഫ്റ്റ് എഴുതി. അപ്പൊ കാണിക്കില്ലല്ലോ. ഇത് റൈറ്റ് പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ കാണിക്കണം, റൈറ്റ്. ലെഫ്റ്റ് പറയുമ്പോൾ ലെഫ്റ്റ്. എനിക്കറിയാം വയ്യൊക്കെ എങ്കിലല്ലേ. എന്തോന്നാണ് ഇത് ചോദിക്കട്ടെ. ക്യൂട്ട്നെസ് എറിയാണല്ലോ. അടുത്ത വീഡിയോ. ഓ, പുതിയ ചെരുപ്പാ? ഇതെപ്പോ മേടിച്ചത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് മേടിക്കണം പൈസ? ഓക്കെ, ഒരു മിനിറ്റ്. എവിടെ നിന്നെടുത്തത് പൈസ? ഇറങ്ങടി. എന്തത് പൈസ? ആദ്യം ചോദിച്ചെടുത്തത് പൈസ ക്ഷമിക്ക്. പോട്ടെ.
അയ്യോ ഒരാമത് ക്ഷമിക്ക്. ഇക്കുവിന്റെ ഗൂഗിൾ പേന്ന് പൈസ എടുത്തതാണ്. ക്ഷമിക്ക്. എന്ത് കില്ലാടികൾ ഇങ്ങനെ നിങ്ങൾ ക്ഷമിക്കണ്ടേ? കമന്റ് ബോക്സ് ഒന്നും ഞാൻ വായിക്കാട്ടില്ലോ. കമന്റ് ബോക്സ് ഒക്കെ വായിച്ചാണ്ടല്ലോ. അപ്പൊ അടുത്തത് എനിക്ക് ആടുകളെ ഭയങ്കര ഇഷ്ടമാണ്. കുറെ നാളുകളാണ് എനിക്ക് ഇഷ്ടംപോലാണ്. കണ്ടിട്ടേ ഇല്ല ആട്. ഇഷ്ടംപോലെ ആട്. ഉള്ളു മര്യാദക്കില്ല വാ അത് പുല്ല് കഴിക്കട്ടെ അതിന്റെ ഇടയിൽ ചെന്ന് കയറണത് വിളിച്ചോണ്ട് പോവാം. ചുന്ദരി തന്നെ ഇങ്ങോട്ട് വാ കേട്ടോ. എവിടെ നിന്നാ പിന്നെ അവിടെ നിന്നോ. അത്ര ഉള്ളൂല്ല. ഷോർട്ട് സാധനങ്ങളാണ്. പക്ഷെ സുന്ദരി പിന്നെ ആടിനൊക്കെ കൊഞ്ചുണ്ട്. ഇക്കുവിന്റെ ഗൂഗിൾ പേന്ന് വാങ്ങി. പിന്നെ എനിക്ക് എല്ലാം വേണം. അങ്ങനെ കുറെ പ്രൊഫൈൽ കുറെ സാധനങ്ങളുണ്ട്. മെയിൻ സാധനം പൂക്കികളുടെ മെയിൻ സാധനം കുഞ്ച് സംസാരിക്കാണ് കേട്ടോ. പിന്നെ ഈ സാധനം ഇതെന്തോ പൂക്കിയുടെ എന്തോ സംഭവമാണ് പറയണ്ടേ, എനിക്കും അറിയില്ല. പൂക്കിയുടെ മെയിൻ സാധനം ഇതാണ് കേട്ടോ. കൊഞ്ച് സംസാരിക്കുക. എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അത് വേണം. ഇക്കിന്റെ ഗൂഗിൾ പേന്ന്. അയ്യോ കിലറിലെ ഇത് പക്ക ആക്ടിങ് എന്ന് വരും. ഞാൻ വിചാരിച്ചു ഇവരെ ശരിക്കും സംസാരിക്കും. പക്ഷെ ഇത് പക്ക ആക്ടിങ്. അവർ വേറെ വീഡിയോസ് ഒക്കെ ഇപ്പൊ പ്രൊമോഷൻ വീഡിയോ, ഗിവ് അവേ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് സാധാ സൗണ്ടിൽ അല്ലെങ്കിൽ സാധാ പോലെ സംസാരിക്കുക. ഇത് റീച്ചിന് വേണ്ടി എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം പറഞ്ഞിട്ട് കില്ലറികളെ അടുത്തൊരു കാണിച്ചിട്ടല്ലേ. ഈ ചേച്ചിന് ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. ഈ ചേച്ചി ഞാൻ കൂടുതൽ പ്രൊഫൈലും വിസിറ്റ് ചെയ്തില്ല. പക്ഷെ വീഡിയോസ് ഇട്ടതിലൊക്കെ ഫുൾ കമന്റ് അങ്ങനെയാണ് ഇല്ലാത്തത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 1 2 3 4 വീഡിയോ പ്ലേ ചെയ്തിട്ടല്ലോ. ഓക്കെ റെഡി. കൂട്ടുകാരെ നമ്മൾ ഗുണാക്കാവിൽ എത്തിയിരിക്കുകയാണ്. ആ ചേച്ചി ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചേച്ചിയുടെ പ്രൊഫൈൽ കൊണ്ടുവരട്ടെ ഇല്ല അടുത്ത വീഡിയോയില്. അപ്പൊ നമ്മൾ ഗുണാക്കേവിൽ വന്നിരിക്കുകയാണ്. എനിക്ക് കൊടൈക്കനാൽ ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട്. ഗുണാക്കേവ് ആണ്. ഓക്കെ ഗുണാക്കേവ്. ലെറ്റ്സ് പ്ലേ ദ നെക്സ്റ്റ് വീഡിയോ. പോവാൻ തീരുമാനിച്ച അതെന്താ പോലെ കണ്ട് ഞാൻ പുള്ളിക്കാരനെ കാണാൻ വിചാരിച്ചത്. മറ്റേ ചേച്ചിന്റെ ഇല്ലേ ഞാൻ കണ്ടില്ല. അപ്പൊ പുള്ളിക്കാരനെ കുറച്ച് മിന്നായം പോലെ കണ്ടു. കുഴപ്പമില്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവോ ഇനിയിപ്പോ കാമുകൻ ആരോ ആയിക്കോട്ടെ. ഇങ്ങനെ തന്നെ വേണം. ഓക്കെ നെക്സ്റ്റ്. ആ പറയില്ല അത് ഭയങ്കര ദൂരമാണ്. പശു ഉണ്ടായിരുന്നെങ്കിൽ പുല്ല് പറിക്കാറുണ്ടല്ലേ. എനിക്ക് തല ഉറങ്ങണം ശരിക്കും. ഞാനേ ചെരുപ്പൂരി ഇല്ലെങ്കിൽ എനിക്ക് പേടി. സംസാരിക്കാൻ എനിക്ക് ആ പാറയിൽ പോണം. അങ്ങനെ പാറയിൽ പോകും കില്ലാടികളെ. കില്ലാടികളെ സത്യം പറഞ്ഞാണ്ടല്ലോ എന്തൊക്കെയാ വൈറലാകാൻ വേണ്ടി ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ അടുത്ത വീഡിയോ പ്ലേ ചെയ്യാം. ഗ്ലാസ് ഉടക്കാൻ വണ്ടി ഇറങ്ങിയ വിശക്കണ കുട്ടിക്ക് ഷവർമ്മ വിശക്കണ വയറല്ല ഷവർമ്മ വിശക്കും. ഈ പോക്കാണെ കഴിച്ച തള്ളച്ചിയാവുന്നു. കുഞ്ഞാവയ്ക്ക് വിശക്കണോ കില്ലാടല്ലേ? പക്ഷെ പുള്ളിക്കാരൻ പറയണ്ട് തള്ളച്ചിയാവുന്ന്. ആ പറഞ്ഞതിലാണ് കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ച് നുണ പറയാന്ന് പറയും. ഓക്കെ ബാക്കി. ഒരു പ്ലേറ്റ് ചിക്കൻ ഷവർമ്മ വേണം, അൽഫാം വേണം, പിന്നെ എനിക്ക് തൊണ്ടാക്കുരി ചത്തു വയറ് നിറഞ്ഞില്ല. ഞാൻ സ്നേഹം കൊണ്ട് തന്നത്. അത് മനസ്സിലായി എനിക്ക്.
സ്നേഹം കൊണ്ട് തന്നത് അങ്ങ് കഴിക്ക് കുമാരാട്ടാ. ഓക്കെ, ബാക്കി സ്നേഹം കൊണ്ട് തന്നാണ് അങ്ങ് കഴിക്ക് കുമാരാട്ടാ. അത്ര ഉള്ളു കിലടല്ലേ. ആ ചേച്ചിയുടെ അത്രേ ഉള്ളൂ, അത്ര ഞാൻ സേവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. കിലടല്ല പൂക്കി നിങ്ങൾക്കും പൂക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. മനസ്സിലായി? ഇങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ കൊഞ്ചി സംസാരിക്കണം. നോർമലി ഇപ്പൊ എനിക്ക് വെച്ചക്കണമെന്നാണെങ്കിൽ എനിക്ക് വെച്ചക്കണോ, അത് വേണം, അത് വേണം. കുട്ടികളെ പോലെ മനസ്സിലായി? നമ്മൾ എത്ര വലിയ തള്ളച്ചിയാണെങ്കിലും നമ്മൾ കുട്ടികളെ പോലെ കൊഞ്ചി സംസാരിക്കണം. മനസ്സിലായില്ലേ? എനിക്കത് വേണം, ഇത് വേണം, അങ്ങോട്ടേക്ക് പോകും, എനിക്ക് ഇപ്പുറത്തേക്ക് പോകണം, അങ്ങോട്ടേക്ക് പോകണം, എനിക്ക് ഭയം വെച്ചിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പൂക്കിയാവും. കേട്ടല്ലോ? അപ്പൊ പൂക്കിയാവേണ്ട ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇതിലുള്ള മെയിനായിട്ട്. കുറച്ച് നല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സംഭവം മേക്കപ്പ് കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ ചെറുതായിട്ട് ഇതെന്താ സംഭവം എനിക്കറിയില്ല. പിള്ളേർ പറഞ്ഞ ബ്ലഷാ അങ്ങനെ സാധനം, അത് വേണം. പിന്നെ മെയിൻ സാധനം ഇത്, അതിന്റെ മെയിൻ സാധനമാണ് ഇതിലുള്ള കൊഞ്ച് സംസാരിക്കും. മനസ്സിലായി? കൊഞ്ച് സംസാരിച്ചാൽ നിങ്ങൾ ശരിക്കും പൂക്കിയായി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ വൈറലാവും. കേട്ടല്ലോ? നല്ല രീതിയിൽ വൈറലാവും കേട്ടല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ വൈറലാവാതിരിക്കും. കമന്റ് ബോക്സും കാണണം കേട്ടല്ലേ? നിങ്ങളൊക്കെ തള്ളച്ചായില്ല, ഇനി എന്ത് ഈ കുട്ടികളെ പോലെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഡോണ്ട് കെയർ അത്ര തന്നെ. പക്ഷെ എന്നാലും എന്തോ ഇല്ലടല്ലേ, പൂക്കികള് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. അത് അവരുടെ രീതിക്ക് അങ്ങനെ പോട്ടെ അയച്ചു. അപ്പൊ അത്രയുള്ളൂ കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് റിയാക്ട് ചെയ്യാൻ. അപ്പൊ അതേ പറഞ്ഞല്ലോ. അപ്പൊ ബൈ ഗൈസ്, ബൈ. അപ്പൊ ബൈ. മേക്കപ്പ് ഒക്കെ ഇനി പഴിക്കും എന്തോ പിള്ളേർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തന്നെ. അപ്പൊ ഇനിയിപ്പോ മേക്കപ്പ് അഴിക്കുന്നു. അപ്പൊ ബൈ പൂക്കികൾ, ബൈ.